ലിവർപൂളിൽ നിന്ന് ടോം ജോസ് തടിപ്പറമ്പ് ലൈനിലുണ്ട്. ശ്രീ ടോം ജോസ്, ഒടുവിൽ പ്രധാനമന്ത്രിയുടെ രാജിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അനുപമ, ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് തെരേസ മെയ് മാസം 22-ാം തീയതി രാജിവെക്കാമെന്നും തീരുമാനിച്ചു. തെരേസ കൊണ്ടുവന്ന ഡീലിന്റെ അടിസ്ഥാനത്തിൽ എംപിമാർ, അതായത് കൺസർവേറ്റീവ് എംപിമാർ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്ത് ഡീല് പാസ്സാക്കാനും അതോടൊപ്പം തന്നെ എംപിമാരുടെ നിർദ്ദേശപ്രകാരം തെരേസ രാജിവെക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഡീലിന്റെ അടിസ്ഥാനത്തിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകുന്നതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് നടക്കുന്ന നെഗോസിയേഷൻസ് എല്ലാം തന്നെ തെരേസ നടത്തുന്നതിൽ കൺസർവേറ്റീവ് എംപിമാർക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തെരേസ കൊണ്ടുവന്ന ഡീലിലൂടെ ബ്രെക്സിറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് പൂർത്തിയാക്കുകയും അതിനുശേഷം നടക്കുന്ന നെഗോസിയേഷൻസ് മുഴുവൻ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള വ്യവസായപരമായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടുള്ള ചർച്ചകൾ, നെഗോസിയേഷൻസ് എല്ലാം തന്നെ അടുത്ത പ്രൈം മിനിസ്റ്റർ അത് ചെയ്യണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ എംപിമാർ വോട്ട് ചെയ്യാൻ ഏകദേശം സമ്മതിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് കേൾക്കുന്നത്. DUP, അതായത് നോർത്തേൺ അയർലൻഡിലെ ഡെമോക്രാറ്റിക് യൂണിയൻ പാർട്ടി എന്ന് പറയുന്ന DUP ആയിരുന്നു അവിടുത്തെ ഏറ്റവും എതിരായി നിലവിലുള്ള ഡീലിനെതിരായി നിന്നത്. കാരണം ബാക്ക് സ്റ്റോപ്പിനെ സംബന്ധിച്ച് ആ ബാക്ക് സ്റ്റോപ്പിനെ സംബന്ധിച്ചുള്ള, അതായത് നോർത്തേൺ അയർലൻഡും സദേൺ അയർലൻഡും തമ്മിലുള്ള ബോർഡറിനെ സംബന്ധിച്ചും ബോർഡറിലെ സ്വതന്ത്രമായ മൂവ്മെന്റിനെ സംബന്ധിച്ചുള്ള തടസ്സങ്ങളും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുമായിരുന്നു DUP ഇതിനെ ശക്തമായി എതിർക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇന്ന് ഇപ്പോൾ ലേറ്റസ്റ്റ് ന്യൂസ് കേൾക്കുന്നത് DUP വോട്ട് ചെയ്യാൻ തെരേസയുടെ ഡീലിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. കാരണം ബാക്ക് സ്റ്റോപ്പിൽ ഒരു സബ്സ്റ്റാൻഷ്യേറ്റ് ആയിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്താമെന്ന് ബ്രസൽസ് സമ്മതിച്ചിട്ടുണ്ട്. അതായത് യൂറോപ്യൻ യൂണിയന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള എന്തോ ഒരു നടപടികളായിട്ടുണ്ട് എന്നാണ് ലേറ്റസ്റ്റ് കേൾക്കുന്നത്. അത്തരത്തിൽ നോക്കുമ്പം സംഭവിക്കാൻ പോകുന്നത് അടുത്ത 2-3 ആഴ്ചക്കകം തെരേസയുടെ ഡീലിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി ഡീല് പാസ്സാക്കുകയും യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ബ്രിട്ടൻ പുറത്തു പോവുകയും ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. തെരേസ മെയ് 22 രാജിവെച്ച് പുറത്തു പോവുകയും ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതാണ് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, പുതിയതായിട്ടുണ്ടായിട്ടുള്ളത്. പിന്നെ ഇന്ന് പാർലമെന്റിൽ എംപിമാർ ഈ ഡീലിനെ സംബന്ധിച്ചും നോ ഡീലിനെ സംബന്ധിച്ചുള്ള അവരുടെ വ്യക്തമായ അഭിപ്രായം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി കുറെ ക്വസ്റ്റ്യൻസുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസിന്റെ വോട്ടിംഗ് നടക്കുകയാണ്. ആ വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ പ്രൈം മിനിസ്റ്റർക്ക് വ്യക്തമായ എംപിമാരുടെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് അറിയുന്നത്. അതിലൂടെ പ്രൈം മിനിസ്റ്റർക്ക് ചില ചേഞ്ചസ് വരുത്താനും കഴിഞ്ഞേക്കും എന്നും കേൾക്കുന്നുണ്ട്. ഇതാണ് പുതിയതായി ഏറ്റവും അവസാനമായി കിട്ടുന്ന വിവരം എന്ന് പറയുന്നത്. ശ്രീ ടോം ജോസ്, ഒരു ഭരണസ്തംഭനം തന്നെയാണോ ഇപ്പോൾ ബ്രിട്ടനിൽ ഉള്ളത്? ഏത് രീതിയിലാണ് ഇത് സാധാരണക്കാരുടെ ജനജീവിതത്തെ ബാധിക്കുന്നത്? ഈ ബ്രെക്സിറ്റ് ചർച്ചകൾ സജീവമായതോടുകൂടിയായിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടുത്തെ മറ്റു പ്രശ്നങ്ങളെ സംബന്ധിച്ച് പാർലമെന്റിൽ ഡിസ്കസ് ചെയ്യാനോ അതുപോലെ തന്നെ പാർലമെന്റിൽ കൊണ്ടുവരാനോ കഴിയുന്നില്ല എന്നുള്ളൊരു വലിയ പ്രശ്നമുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ഇവിടെ സ്കൂളുകളിൽ ഭയങ്കരമായ സാമ്പത്തിക ഷോർട്ടേജ്, അതുപോലെ തന്നെ അധ്യാപക ഷോർട്ടേജ് മുതലായ കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ വിഷയങ്ങളൊക്കെ യഥാർത്ഥത്തിൽ പാർലമെന്റ് ശ്രദ്ധയിൽ വരുവാനും ആ പ്രശ്നം പരിഹരിക്കാനുമുള്ള ഒരു ചർച്ചകളൊന്നും യഥാക്രമം നടക്കുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് ജനകീയ പ്രശ്നങ്ങളുണ്ട്. ആ ജനകീയ പ്രശ്നങ്ങളൊന്നും ഒരു ചർച്ച നടക്കുന്നില്ല. ഈ ബ്രെക്സിറ്റ് എന്നുള്ളത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ജനങ്ങളും അതോടൊപ്പം തന്നെ പാർലമെന്റ് നിൽക്കുന്നു എന്നുള്ള ഒരു വലിയ ഒരു പ്രതിസന്ധിയുണ്ട് ഇവിടെ. പിന്നെ സാധാരണ മനുഷ്യരുടെ ജീവിതത്തെ ഇതെങ്ങനെ ബാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഈ രാഷ്ട്രീയമായ ഒരു അൺസർട്ടനിറ്റി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാമ്പത്തിക മേഖലയിലും അൺസർട്ടനിറ്റി ഉണ്ടാവും. അതിന്റെ അനുസരിച്ച് വിലവർദ്ധനവ് ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ആ വിലവർദ്ധനവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഒരു പാക്കറ്റ് പഴത്തിന് 69 പൈസ കിട്ടുമെങ്കിൽ ഇപ്പോൾ അത് 1.69 മാറി. അപ്പോൾ ആ നിലയിലുള്ള ഒരു വലിയ ചേഞ്ചസ് ഈ സാമ്പത്തിക മേഖലയിലുള്ള അൺസർട്ടനിറ്റിയുടെ ഭാഗമായിട്ട് ഈ വിലവർദ്ധനവ് അതിശക്തമായി രൂക്ഷമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ വിദേശീയരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കും എന്ന് പറഞ്ഞാൽ, ബ്രെക്സിറ്റ് രൂപപ്പെട്ടപ്പോൾ തന്നെ ഇംഗ്ലീഷുകാരായിട്ടുള്ള കൺസർവേറ്റീവ് ഇംഗ്ലീഷുകാരായിട്ടുള്ള ഉള്ളിൽ ഞങ്ങൾക്ക് ഇവിടെ പ്രൊഫഷണൽസിനെ, അതായത് ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും ഒക്കെ മതി, അതല്ലാത്ത ആളുകൾക്കെല്ലാം ഇവിടെ ആവശ്യമില്ല എന്ന് അവർ ഇപ്പം നമ്മൾ ഈ ജോലി സ്ഥലത്തൊക്കെ ചെല്ലുന്നിടത്തുമൊക്കെ അവരുടെ സംസാരങ്ങൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഈ ബ്രെക്സിറ്റ് വരുന്നതിലൂടെ വിദേശീയരോട് അവരുടെ ആറ്റിറ്റ്യൂഡിൽ വളരെ ശക്തമായ ഒരു മാറ്റം രൂപപ്പെടുന്നുണ്ട്. ബ്രെക്സിറ്റ് രൂപപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ബ്രിട്ടനാണ് ഇവിടുത്തെ നിയമനിർമ്മാണങ്ങളും സംവിധാനങ്ങളും എല്ലാം ചെയ്യുന്നതെന്നും ഇവിടെ പിന്നെ നിങ്ങളൊന്നും ആവശ്യമില്ല എന്നൊരു മനോഭാവം വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥിതി ഒരുപക്ഷെ ഇത് ബ്രെക്സിറ്റ് നടക്കുന്നതിലൂടെ വിദേശീയരായിട്ടുള്ള ആളുകൾക്ക് മുഴുവൻ തന്നെ കിട്ടിയിരുന്ന ഒരു വലിയ സപ്പോർട്ട്, യൂറോപ്യൻ യൂണിയന്റെ ഒരു സപ്പോർട്ട് നഷ്ടപ്പെട്ടു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. റേഷ്യൽ അബ്യൂസുകളും റേഷ്യൽ അറ്റാക്കുകളും ഒക്കെ കൂടാനാണ് സാധ്യത.
അതിനൊന്നും ഒരു തർക്കമില്ല. അപ്പം ഇതൊക്കെ എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. എന്താണെങ്കിലും വിദേശീയരാണെങ്കിലും സ്വദേശീയരായാലും രാജ്യത്തിന്റെ പൊതുവായ വളർച്ച ഉണ്ടായാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. രാജ്യത്തിന് പൊതുവായ വളർച്ചയിൽ എവിടെയെങ്കിലും തളർച്ച ഉണ്ടായാൽ അത് വിദേശീയരെയും ശക്തമായി ബാധിക്കും. നമ്മളെപ്പോലുള്ള ഇവിടെ ഒന്ന് ജോലി ചെയ്യുന്നവരെ ശക്തമായി ബാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രീ ടോം ജോസ്, മേയുടെ രാജിയോടെ എന്താണ് സംഭവിക്കുക? സർക്കാർ വീഴുമോ? ഇത്രയേറെ തിരിച്ചടികൾ നേടിയ തെരേസ മെയ് എന്താണെങ്കിലും വളരെ കറക്റ്റായ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് കൺസർവേറ്റീവ് എംപിമാരോട് അവർ എഗ്രിമെന്റ് ചെയ്തു. മെയ് മാസം 22-ാം തീയതി അവർ അധികാരം ഒഴിയാവുന്നു. അതിനു മുമ്പ് തന്നെ ഈ ഡീല് പാർലമെന്റിൽ പാസ്സാക്കിക്കൊണ്ട് അവർ ഒഴിയാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് തെരേസ മെയ് പറഞ്ഞിട്ടുണ്ട് കൺസർവേറ്റീവ് ഗവൺമെന്റ് അധികാരം പോകാൻ ഒരു കാരണവശാലും അവർ അനുവദിക്കില്ല. കൺസർവേറ്റീവ് പാർട്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് പുതിയ പ്രൈം മിനിസ്റ്ററെ തെരഞ്ഞെടുത്ത് പുതിയ ഗവൺമെന്റിനെ തെരഞ്ഞെടുത്ത് മുമ്പോട്ട് പോകാൻ ശ്രമിക്കും. അതുപോലെ ലേബർ പാർട്ടി നേതാവിനെ പ്രൈം മിനിസ്റ്റർ ആകാൻ ഒരിക്കലും അനുവദിക്കില്ല. പാർട്ടിയെയും ജനങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി അവർ ഒഴിവാകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞു. മെയ് 22-ന് അവർ ഒഴിവാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലേറ്റസ്റ്റ് അങ്ങനെ കേട്ടതെന്ന് തോന്നുന്നു. അവരെന്തായാലും ഒഴിവാകാൻ തീരുമാനിച്ചു. അതിന്റെ ടൈമും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ രാഷ്ട്രീയമായ ഒരു അനിശ്ചിതത്വത്തിൽ നിന്ന് അവർ ഒഴിവാകുകയാണ്. അവർ പ്രൈം മിനിസ്റ്റർ സ്ഥാനത്ത് പോവുകയാണ്. മറിച്ച് അവരെ വെച്ച ഡീലിന്റെ അടിസ്ഥാനത്തിൽ അവർ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകാനും തീരുമാനിച്ചു. എന്താണ് പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി അവസാനിക്കുകയാണെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്താണെങ്കിലും ഇതിനി യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഏകദേശം പുറത്തു പോകും എന്നാണ് ഏകദേശം നമുക്ക് മനസ്സിലാകുന്നത്. യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകുമെന്നാണ് ഏകദേശം മനസ്സിലാകുന്നത്. പിന്നെ അവരുടെ 2 പ്രാവശ്യവും അവരുടെ ഡീല് പരാജയപ്പെട്ടു. 3ാമത്തെ ഡീലിനാണ് ഇനിയിപ്പോൾ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. ആ വിജയ സാധ്യതയ്ക്ക് ശേഷം പിന്നീട് ഉണ്ടാകുന്ന രാഷ്ട്രീയ അനിശ്ചിതത്വവും സാമൂഹിക പ്രശ്നങ്ങളെ സംബന്ധിച്ചൊന്നും ആർക്കും ശക്തമായി വിലയിരുത്താനൊന്നും കഴിയുന്നില്ല. ഒരു എക്കണോമിസ്റ്റുകൾക്കും പറയാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ ചിന്തകർക്കും പറയാൻ പറ്റുന്നില്ല. എന്താണെങ്കിലും ഇത് ബ്രിട്ടന്റെ ഭാവിയെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. സാമ്പത്തികമായി തളർന്നു പോയാൽ തീർച്ചയായും അത് ഈ സാമ്പത്തികമായി ബ്രിട്ടൻ ഉണ്ടാകുന്ന തകർച്ച ഈ നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കും. അത് ബ്രിട്ടീഷ് ജനത വോട്ട് ചെയ്തുകൊണ്ട് അത് ജനങ്ങൾ അനുഭവിച്ചേ മതിയാവുള്ളൂ. ബ്രിട്ടീഷ് ജനതയാണ് ഇത് വോട്ട് ചെയ്ത് 51% ആളുകൾ ബ്രിട്ടനിൽ നിന്ന് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പുറത്തു പോകുന്ന വോട്ട് ചെയ്തപ്പോൾ തന്നെ ഇത് അവരനുഭവിക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതുകൊണ്ട് തീർച്ചയായും രാഷ്ട്രീയ അനിശ്ചിതത്വം മാറുമെന്നാണ് വിചാരിക്കുന്നത്. ശ്രീ ടോം ജോസ് ആണ് ലിവർപൂളിൽ നിന്ന് വിവരങ്ങൾ തന്നത്. വളരെ നന്ദി ശ്രീ ടോം.